കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിക്കാം. ഈ നിമിഷം മക്കളെ, നമ്മൾ തമ്പുരാൻ്റെ സാന്നിധ്യത്തിൽ ദിവ്യകാരുണ്യനാഥൻ്റെ ചാരെ കൂടെ നിൽക്കുന്ന സമയമാണ്. നമ്മൾ പാടി പ്രാർത്ഥിക്കാറൊക്കെയില്ലേ, കൂടെ നടന്നവൻ കുർബാനയായെന്ന്. ഇതാ കർത്താവ് നമ്മുടെ കൂടെ വിശുദ്ധ കുർബാനയായിട്ട് കൂടെ നടക്കുക. എപ്പോഴും അവൻ്റെ രണ്ടാം വരവ് വരെ വിശുദ്ധ കുർബാനയായി ഈശോ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നീ സങ്കടങ്ങളിൽ ഒറ്റയ്ക്കല്ല, നിന്റെ വേദനകളിൽ നീ ഒറ്റയ്ക്കല്ല. നീ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളും കണ്ണുനീരൊക്കെ ഉണ്ടല്ലോ മോനെ, ഇതിലൊന്നും നീ ഒറ്റയ്ക്കല്ലെന്നേ. നിനക്കൊരു ദൈവമുണ്ട്. നിന്റെ സങ്കടങ്ങളിലേക്ക് ഇറങ്ങി വന്നൊരു ദൈവം, നിന്റെ വേദനകളിലേക്ക് ഇറങ്ങി വന്നൊരു ദൈവം, നിന്റെ തകർച്ചകളിലേക്കും നിന്റെ പാപാവസ്ഥകളിലേക്കും നിന്റെ രോഗങ്ങളിലേക്കെല്ലാം ഇറങ്ങി വന്ന് നിന്നെ വീണ്ടെടുത്ത ദൈവം, സ്വർഗത്തിൻ്റെ അവകാശിയാക്കി മാറ്റിയ ഒരു കർത്താവുണ്ട്. ആ കർത്താവ് അൽത്താരയിലുണ്ട്. സങ്കീർത്തനം 91:9 മുതലുള്ള വചനങ്ങൾ അറിയാവുന്ന വചനമാണ്. വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, നീ കർത്താവിൽ ആശ്രയിച്ചു, നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. അതുകൊണ്ട് നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. ഇത് കാത് തുറന്നെല്ലാവരും കേൾക്കണേ, ഹൃദയം കൊണ്ട് ഏറ്റെടുക്കണേ. വചനം പറയാണ്, നീ കർത്താവിൽ ആശ്രയിച്ചു. സങ്കീർത്തകൻ ചെയ്തൊരു കാര്യമാണ്, കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ വാസമുറപ്പിച്ചു. അതുകൊണ്ട് പറയാണ്, നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുക പോലും ഇല്ലെന്ന്. അങ്ങനെയെങ്കിൽ മക്കളെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, വിശുദ്ധ കുർബാന ജീവിക്കുന്ന എൻ്റെ കർത്താവിനെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ ഞാൻ അനുവദിച്ചാൽ, ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന നമ്മളെ തിന്മയ്ക്ക് തൊടാൻ പറ്റുമോ? പൈശാചിക ശക്തികൾക്ക് നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും പ്രവർത്തിക്കാൻ പറ്റുമോ? അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മക്കളെ, വിശുദ്ധ കുർബാനയിൽ ആ വിഷയം എത്തണം. വിശുദ്ധ കുർബാനയിലാണ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക, തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടുന്നത്, വീണ്ടെടുപ്പ് നടക്കുന്നത്, പാപത്തിന്റെ കെട്ടഴിയുന്നത്, പാപത്തിന്റെ പരിഹാരം ബലിയർപ്പിക്കപ്പെടുന്നത് വിശുദ്ധ കുർബാനയല്ലേ. നിനക്കൊരു തിന്മയും നിന്റെ കൂടാരത്തെ, അല്ലെങ്കിൽ ഭവിക്കയിൽ ഒരു തിന്മയും ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുമേലായിരിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മുമ്പിൽ ഉയരുന്ന നിമിഷമാണ്. ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹം നമ്മളെ വലയം ചെയ്തതിന് നന്ദി പറയാം. നിരന്തരം കർത്താവിൻ്റെ സ്നേഹവലയത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരം ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് കർത്താവിലേക്ക് ഇറക്കി വെച്ച് പ്രാർത്ഥിക്കട്ടെ. ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ആരെല്ലാം ദൈവസന്നിധിയിലേക്ക് ഉയർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ, അവരെല്ലാം ഇപ്പോൾ ചേർത്ത് വയ്ക്കട്ടെ. നിങ്ങളുടെ സഹനങ്ങളൊക്കെ പിതാവിൻ്റെ സന്നിധിയിൽ നമ്മളുടെ കുടുംബത്തിന് വേണ്ടിയുള്ള മാധ്യസ്ഥമായിട്ട് മാറട്ടെ. നമ്മുടെ ഈ വ്യക്തിപരമായ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.